ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലെ വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം അടിപൊളി ഒരു പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ മൈദ മാത്രം കൂട്ടിയിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ 1-2 ഐറ്റംസും കൂടി അതിൽ ആഡ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് ആണ് ഇൻട്രോ എടുക്കണത്. അപ്പോൾ അകത്തുനിന്നല്ല, ഇന്ന് പുറത്തുനിന്നാണ് ഇൻട്രോ എടുക്കണത്. അങ്ങനെ ഒരു ഇത് തോന്നി. പിന്നെ എൻ്റെ ട്രൈപോഡ് ഒന്ന് കേട് വന്നു, അത് പൊട്ടിയിരിക്കുക. അപ്പോൾ അകത്തുനിന്ന് അത് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കണത്. അപ്പോൾ എല്ലാവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പഴംപൊരി ഉണ്ടാക്കണം വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ ആണ് ചേർക്കണേ. ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, 2-3 ടീസ്പൂൺ പഞ്ചസാര. കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി കുറച്ച് ദോശമാവിനെക്കാട്ടും വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലായിട്ട് ഇത് കലക്കിയെടുക്കണം. പിന്നെ പഴംപൊരിക്ക് കളറ് കിട്ടാനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. ഈ പാകത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. വല്ലാണ്ട് കട്ടിയായാലും മാവ് ചൊയ്ക്കും. മാവ് ഇങ്ങനെ കട്ടിയായിട്ടുള്ള പോലെ ഉണ്ടാവും പഴംപൊരിയുടെ മുകളിൽ. വല്ലാണ്ട് ലൂസായാൽ പഴത്തും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതേ പാകത്തിന് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പഴം മുറിക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. പഴം ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞേക്കണത്. നീളമുള്ള പഴമായിരുന്നു. അപ്പോൾ എനിക്ക് ചീഞ്ചട്ടിയിൽ കുറേ എണ്ണ ഒഴിക്കേണ്ടി വരും നമ്മൾ വലിയ പഴംപൊരി ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അതുപോലെ ചെറിയ പഴംപൊരി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാലും മതി. ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് നല്ലത്. ഞാൻ വെളിച്ചെണ്ണ അല്ലാതെ സൺഫ്ലവർ ഓയിലാണ്. ഈ എണ്ണയൊന്ന് ചൂടാവട്ടെ. നമുക്ക് എണ്ണയൊന്ന് മൂത്തോ നോക്കാം. എണ്ണ മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് പഴംപൊരി ഓരോന്നായിട്ട് ഇടാം. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എല്ലാം അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പഴംപൊരിയൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഈ പഴംപൊരി. ഒന്നിലും മൈദ മാത്രമായാൽ ശരിയാവില്ല. ഒന്നിലും അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ഇട്ട് കൊടുക്കണം.
ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പാടില്ല, ഒരു മീഡിയം തീയിലേ വെക്കാൻ പാടുള്ളൂ. എന്നാലേ ഉള്ളിലത്തെ പഴം നമുക്ക് നല്ലോണം വെന്ത് കിട്ടുള്ളൂ. പഴംപൊരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ചില രീതികൾ നമ്മൾ നോക്കിയാൽ നല്ലോണം ശ്രദ്ധിച്ചാൽ നല്ല പഴംപൊരി ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിത് പാകമായിട്ടുണ്ട്, വാങ്ങാം. കണ്ടോ, നല്ല അടിപൊളി പഴംപൊരി. എല്ലാവരും പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ കണ്ടുല്ലോ അല്ലേ? നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും സാറിന് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.